രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേളി കൊട്ടിയുയരുമ്പോൾ ഭരണ തുടർച്ച നേടുന്ന LDFനെയും ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന UDFനെയും സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടം ജീവൻ മരണ പോരാട്ടമാണ്. ഇതിൽ ഏറ്റവും നിർണായകമായ ഘട്ടം സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ്. കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു ചർച്ചയല്ല, മറിച്ച് അധികാരം തിരിച്ചുപിടിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കലാണ്. സോഷ്യൽ മീഡിയയിലെ വ്യാജ പട്ടികകളും ഹൈക്കമാൻഡിന്റെ തന്ത്രപരമായ നീക്കങ്ങളും ചേർന്ന് കേരള രാഷ്ട്രീയം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. MP മാർ കളത്തിലിറങ്ങുമ്പോൾ കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനേറ്റ തിരിച്ചടികൾ പാഠമാക്കിയാണ് ഇത്തവണ ഹൈക്കമാൻഡ് കരുക്കൾ നീക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം പാർലമെന്റിൽ തിളങ്ങി നിൽക്കുന്ന പ്രമുഖരായ 3 MP മാരെ നിയമസഭാ അംഗത്തിന് നിയോഗിക്കാനുള്ള തീരുമാനമാണ്. സാധാരണഗതിയിൽ ലോക്സഭാ MP മാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനോട് ദേശീയ നേതൃത്വത്തിന് താല്പര്യം ഉണ്ടാകാറില്ല. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ സുനിൽ കനകോലു നൽകിയ റിപ്പോർട്ട് ഈ രീതി മാറ്റാൻ ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ചു. KPCC പ്രസിഡന്റ് എന്ന നിലയിലും കണ്ണൂരിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ മുഖം എന്ന നിലയിലും K സുധാകരന്റെ സാന്നിധ്യം നിയമസഭയിൽ അനിവാര്യമാണെന്ന് ഹൈക്കമാൻഡ് കരുതുന്നുണ്ട്. കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ സുധാകരനുള്ള സ്വീകാര്യതയും CPMന്റെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും കണക്കിലെടുത്താണ് ഈ തീരുമാനം. സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് മലബാറിലെ മറ്റു മണ്ഡലങ്ങളിലും ഗുണകരമാകുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട്.